ഇന്നത്തെ ഡെയിലി മന്നയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു ആനയും സിംഹവും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയാൽ നമുക്കറിയാം, അവിടെ ആനയെ തോൽപ്പിക്കുവാൻ സിംഹത്തിന് കഴിയും. ആനയുടെ വലിപ്പം നോക്കി പകച്ചു നിൽക്കാതെ അതിൻ്റെ നൈപുണ്യം ഉപയോഗിച്ച് വളരെ ശ്രദ്ധാലുവായി ആക്രമിച്ചു കഴിഞ്ഞാൽ ആനയെ തോൽപ്പിക്കുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സംഭവമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിലെ പ്രതിസന്ധികൾ പകച്ചു പോകാതെ നമുക്കതിനെ ജയിക്കുവാനായിട്ട് സാധിക്കും. ദൈവവചനത്തിൽ നിന്നൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ ഈ കാര്യത്തെ തെളിയിക്കാം. ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ഒരു സംഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദും ഗോലിയാത്തും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ദാവീദും ഫെലിസ്ത്യ സൈന്യത്തിൻ്റെ ഭാഗമായി ഗോലിയാത്തും കടന്നു വരികയാണ്. ഗോലിയാത്തിനെ കുറിച്ച് ഞാൻ പറയാം. ഗോലിയാത്ത് വളരെ ഉയരമുള്ളവനാണ്. ഏകദേശം 9 അടിയോളം ഉയരമുള്ള ഒരു മല്ലനാണ് ഗോലിയാത്ത്. അവൻ ബാല്യം മുതൽ യോദ്ധാവാണ്. അവനെ കാണുമ്പോൾ തന്നെ ഇസ്രായേൽ ജനം പേടിച്ച് ഓടുകയാണ്. ആ സമയം ദാവീദ് വരികയാണ്. ദാവീദോ അവൻ ഉയരം കുറവുള്ള മനുഷ്യനാണ്. ദാവീദ് യോദ്ധാവല്ല. അവന് യുദ്ധാഭ്യാസമോ യുദ്ധമുറകളോ അറിയത്തില്ല. വളരെ സാധാരണക്കാരനായ ഒരു യൗവനക്കാരനാണ്. എന്നാൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദാവീദ് ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധത്തിന് വേണ്ടി 2 പേർ ദ്വന്ദ്വയുദ്ധത്തിനായിട്ട് അടുക്കുന്ന സമയം ഗോലിയാത്ത് ദാവീദിനെ ഒത്തിരി നിന്ദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു നായ്ക്ക് നേരെ എന്നതുപോലെ നീ വടിയുമായാണോ എൻ്റെ നേർക്ക് വരുന്നത് എന്ന് പറഞ്ഞ് ദാവീദിനെ ഗോലിയാത്ത് നിന്ദിക്കുകയാണ്. ഗോലിയാത്തിൻ്റെ കയ്യിൽ യുദ്ധ സാമാനങ്ങളുണ്ട്, വാളുണ്ട്, തൻ്റെ പരിചക്കാരൻ തൻ്റെ മുന്നിലുണ്ട്, യുദ്ധവേഷം താൻ അണിഞ്ഞിരിക്കുന്നു. എന്നാൽ ദാവീദോ അവന് യുദ്ധവേഷമില്ല, അതവന് ശീലമില്ല. അവൻ്റെ കയ്യിൽ ഒരു കവിണ, ഒരു കല്ല്, ഒരു വടി, ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ വീണ്ടും ഗോലിയാത്ത് നിന്ദിച്ചത് ഇപ്രകാരമാണ്: ഈ ദിവസം നിന്നെ ഞാൻ കൊന്ന് നിൻ്റെ മാംസത്തെ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും എറിഞ്ഞു കൊടുക്കും. ഇപ്രകാരം നിന്ദിക്കുന്ന വാക്കുകളും തളർത്തുന്ന വർത്തമാനങ്ങളും ഗോലിയാത്ത് പറയുമ്പോൾ ദാവീദിൻ്റെ ഭാഗത്തുനിന്ന് 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചു. തനിക്ക് ജയം നൽകുവാൻ ദൈവം വിശ്വസ്തനാണ് എന്ന് അവൻ പൂർണ്ണമായും വിശ്വസിച്ചു. രണ്ടാമതായി, ദാവീദ് ഈ ഗോലിയാത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. പകരം അവൻ പൂർണ്ണമായും ദൈവത്തിൽ തന്നെ അവൻ്റെ ആശ്രയം വെച്ചു. അതേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ യുദ്ധത്തിന് വേണ്ടി അടുത്ത സമയത്ത് ദാവീദിൻ്റെ കവണയിൽ കോർത്ത കല്ല് ഗോലിയാത്തിൻ്റെ നെറ്റിത്തടത്തിൽ തട്ടി ഗോലിയാത്ത് വീഴുകയും ദാവീദ് ആ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്യുകയാണ്. അവൻ ഗോലിയാത്തിൻ്റെ തല എടുത്ത് ജയത്തെ കൊണ്ടാടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മുൻപിൽ, ആ പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും, പലപ്പോഴും ആ പ്രതിസന്ധികൾ നമ്മെ നോക്കി പറയും, ആ പ്രതിസന്ധി വലുതാണ്, നമ്മേക്കാൾ വളരെ വലുതാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ആ പ്രതിസന്ധിയുടെ വലിപ്പം കണ്ട് നിങ്ങൾ തളർന്നു പോകരുത്. മറ്റ് ആളുകൾ ചിലപ്പോൾ നിങ്ങളോട് പറയും, ഈ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നേറുവാൻ സാധ്യമല്ല. വേണമെങ്കിൽ മറ്റ് ചിലരും ഇതേ സമാനമായ പ്രതിസന്ധികൾ അനുഭവിച്ച് തളർന്നു പോയ കഥകൾ നിങ്ങളോട് പറഞ്ഞേക്കാം. നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളത് കേൾക്കുവാൻ കൂട്ടാക്കരുത്. മനുഷ്യരുടെ വാക്കുകൾ കേൾക്കുവാനായിട്ട് പോകരുത്. അയ്യോ, അവർ ഇങ്ങനെയായി, അവരുടെ അനുഭവം ഇങ്ങനെയാണ്, അവരുടെ സാഹചര്യം ഇങ്ങനെയാണ്, ഈ പ്രതിസന്ധിയിൽ അവർ തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മുടെ അടുക്കൽ വരും. പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കരുത്. പകരം നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങളെ നടത്തുവാൻ ശക്തനായ വിളിച്ച ദൈവം വിശ്വസ്തനും ദൈവവചനം പറയുന്നു. അപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദത്തം തന്ന് അരുളിയ യേശു കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് നിങ്ങളെ കൈവിടുകയില്ല. അവിടെ നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങളുടെ പ്രതിസന്ധി കാണുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ലായിരിക്കാം. എങ്കിൽ പോലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അതെ, ആ യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിച്ച് നിങ്ങൾ വിശ്വസിക്കുക. 2, ആളുകൾ പറയുന്നത് ശ്രദ്ധിക്കരുത്. പകരം ദൈവത്തിൻ്റെ പുസ്തകമായ, ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ നിങ്ങൾ വായിക്കുക. ബൈബിൾ വിശ്വാസത്തിൻ്റെ വചനങ്ങളാണ് പൂർണ്ണമായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് നിങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തും. പ്രതിസന്ധികളെ ജയിപ്പാൻ നിങ്ങൾക്ക് ശക്തി തരും.
ഈ ദിവസങ്ങൾ നിങ്ങളുടെ ദിവസങ്ങളാണ്, ജയത്തിൻ്റെ ദിവസങ്ങളാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.